എം.എ. ബേബി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുവരെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് അദ്ദേഹം പറയുകയായിരുന്നു. ഒരിക്കൽ കൂടി ദിലീപ് കുമാർ നമ്മൾ ആ പഴയ കഥ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റിയുടെ കാര്യം, അതായത് കൊല്ലം എസ് എൻ കോളേജിൻ്റെ പശ്ചാത്തലം, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നു. അദ്ദേഹം വോട്ടെണ്ണിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വളരെ സുസ്മേരവതനായി ചിരിച്ച് വളരെ ഉല്ലസിച്ച് അദ്ദേഹം ഇറങ്ങി വരുന്നു. അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തിന് SFIക്കാർ അദ്ദേഹത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം ജയിച്ചു കാണും എന്ന വിശ്വാസത്തിൽ അവരിൽ ആർപ്പ് വിളിക്കുന്നു. അതിനിടയിൽ പലരുടെയും കഴുത്തെ പിടിച്ച് താഴെ ഇറക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ആരും താഴെ ഇറക്കുന്നില്ല. അദ്ദേഹത്തിന് അവസാനം ഒരുവിധം അദ്ദേഹം താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനാണ് തോറ്റത് എന്ന് പറഞ്ഞു. അപ്പോൾ തോറ്റയാളിനെ എടുത്തുകൊണ്ട് പോരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ചിരിയും സന്തോഷവുമാണ് എടുത്തുകൊണ്ട് പോകാൻ കാരണം. ഒരു പരാജയത്തെ എത്രയും സന്തോഷത്തോടെ കാണുന്ന ഒരു പൊതുപ്രവർത്തകനായ, മാത്രമല്ല അന്ന് ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്ന കാര്യം എടുത്തു പറയണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കഥ അങ്ങേര് തന്നെയാണ് പുറത്ത് പറഞ്ഞത്. എം.എ. ബേബി തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ബേബി സഖാവ് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്തിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും സമയം നീളും എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പരാജയത്തേക്ക് അദ്ദേഹം കാണുന്ന വേറൊരു ദാർശനിക തലത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, എം.എ. ബേബിയുടെ പ്രതികരണത്തിന് മുൻപ് CPIMന്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ച് വിമർശനങ്ങൾ തിരുത്തണം, ഇതൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എം.എ. ബേബി തന്നെ പറയുന്നുണ്ട്, അവിടെ നടന്ന ചർച്ചകളിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ ചർച്ച ചെയ്തത് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലത്തിനോടൊപ്പം തന്നെ ആ 5 ഇടത്തും എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്തതെന്നും എവിടെയാണ് ഇവർക്ക് പാളിച്ച പറ്റിയത് എന്നതുകൂടി ആ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകണം എന്നുള്ളത് തന്നെ വേണം നമ്മൾ കരുതാൻ. അല്ലാതെ ഇനിയിപ്പോൾ CPIMന്റെ പോളിറ്റ് ബ്യൂറോയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ മാധ്യമങ്ങളുടെ ഒരു പ്രതിനിധിയെ കൂടി കൊണ്ടിരുത്തി അതുകൂടി നമ്മൾ കേട്ടാൽ മാത്രമേ ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കും. കേരളം മാത്രം ഒരു ദിവസം എടുക്കുന്നുണ്ട്. കേരളത്തെ പരാജയം ചർച്ച ചെയ്യാൻ മാത്രം 1-2 ദിവസത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അതാണ് പറയുന്നത് സ്കെൻ. അപ്പോൾ ഈ ചർച്ചകൾ അവിടെ ക്രിയാത്മകമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ഹ്രസ്വമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. ആ വാർത്താ സമ്മേളനത്തിലും CPIMൽ അത്ര അങ്ങോട്ട് പരിചയമില്ലാത്ത നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അവർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് കീഴ്ഘടകങ്ങളിൽ ഓരോന്നും കൂടി അവിടെ അഭിപ്രായം പരിഗണിച്ച് അത് കേട്ട ശേഷം മുകളിലേക്ക് വരികയും അതിൽ ചർച്ച നടക്കുകയും ആ നിലയിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തിരുത്തണം, ചർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ തുറന്നു പറയണം എന്ന് പറയുന്നതിന് കൂടി ഭയരഹിതമായി പറയാനാണ് CPIMന്റെ സ്വയം വിമർശനം എന്ന വാക്കിനർത്ഥം എന്താണ്? അവിടെ ഭയമില്ല. ഞാൻ എന്നെ വിമർശിക്കുകയാണ് കടുത്ത ഭാഷയിൽ. അതിനെടുത്തു പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഭയരഹിതമായി പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഭയം ഉണ്ടെന്നല്ലേ? നമ്മുടെ ഗോപികൃഷ്ണൻ ചിന്തയിലേക്ക് വിലയം ചെയ്യുന്നു. അപ്പൊ എന്താണാവോ ചിന്തിച്ച്? അല്ലല്ല, ഇതിൽ രസകരമായ ഒരു കാര്യം, ഈ ഭയരഹിതമായി സംസാരിക്കാം എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അല്ല, കാരണം എന്താന്ന് വെച്ചാൽ SKN ഉൾപാർട്ടി ജനാധിപത്യം അവകാശമായി അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയാണ് CPIMന്റേത്. അതിന് ഇനിയിപ്പോ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വന്ന് വാർത്താ സമ്മേളനം നടത്തില്ല, ഇനി നിങ്ങളൊക്കെ പേടിക്കാതെ കമ്മിറ്റിയിൽ അഭിപ്രായം പറയാമെന്ന് പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന, അതിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ഉൾപാർട്ടി ജനാധിപത്യം. അത് വീണ്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും കാലം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് സാമാന്യ ബുദ്ധിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഇനി അല്ല, അതിൽ എനിക്കൊരു സംശയം അറിയപ്പെട്ടു. റഷ്യയിലേക്ക് നിലനിന്ന പോലെ ഡെമോക്രാറ്റിക് സെൻട്രലിസ്റ്റിലേക്ക് അത് മാറിയോ? അതായത് കേന്ദ്രീകൃത ജനാധിപത്യം, ഉയരങ്ങളിൽ ജനാധിപത്യം അല്ല, കേന്ദ്രീകൃത CPIMന്റെ ശൈലി കേന്ദ്രീകൃത ജനാധിപത്യമാണ്. പിന്നെ SKN ഇപ്പോൾ എം.എ. ബേബി പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ VD സതീശന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, VD സതീശനെ അനുകൂലിക്കുന്നവർ, അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് പുതിയ തലമുറയുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിയും, പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയും, ഒരു തലമുറ മാറ്റം വരട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ് CPIMന്റെ കാര്യത്തിൽ അത് നമ്മൾ ആലോചിക്കാത്ത? പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് KN ബാലഗോപാൽ വരട്ടെ, അദ്ദേഹം ഒരു തലമുറ മാറ്റം വരട്ടെ. ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദിലീപ് കുമാർ SKN അതാണ് CPIM ഇപ്പോൾ ഈ ചർച്ച നടത്തും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കാലത്തൊക്കെ താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായം കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് പ്ലീനങ്ങൾ പലത് നടന്നിട്ടുണ്ട്. തെറ്റുതിരുത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒന്നും ഫലവത്തായിട്ടില്ല, ഒരു കാര്യങ്ങളും നടപ്പാക്കിയിട്ടുമില്ല. ആവർത്തനമായിരിക്കും SKN അങ്ങനെ പോയ കാലം പോലെ ആവാതിരിക്കട്ടെ. അലകും പിടിയും CPIM തിരുത്തട്ടെ, അത് ആന്തരികമായി നവീകരിക്കപ്പെടട്ടെ. CPIM കേരളത്തിന് ആവശ്യമുണ്ട്. കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിന് CPIM ശക്തമായി തുടരേണ്ടത് അനിവാര്യതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.